unwavering dedication to non-violence, even in the face of brutal oppression. His ability to mobilize millions without wielding a sword or pulling a trigger. നമസ്കാരം, എല്ലാവർക്കും ലൈഫ് സ്റ്റൈൽ ട്രെയിനിങ് സെൻറ്ററിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ IELTS സ്പീക്കിങ്ങിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. നിങ്ങൾക്ക് IELTS സ്പീക്കിങ്ങിനെ പറ്റി ചെറിയൊരു ഐഡിയ ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് ഓൾമോസ്റ്റ് 15 മിനിറ്റ്സ് കിട്ടും. അതിൽ ഫസ്റ്റ് പോർഷനിൽ ഓൾമോസ്റ്റ് ഒരു 5-7 ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഒരു 4-5 സെൻറ്റൻസിൽ നമുക്ക് ആൻസർ പറയാം. സെക്കൻഡ് ടാസ്കിലോട്ട് വരുമ്പോഴാണ് നമുക്കൊരു കാർഡ് തരും. അതിലൊരു ക്വസ്റ്റ്യൻ കാണും. 1 മിനിറ്റ് പ്രിപ്പറേഷൻ ടൈം തരും. അപ്പോൾ ഈ ക്വസ്റ്റ്യന് സബ് ക്വസ്റ്റ്യൻസ് കാണും. ചിലപ്പം 4-5 ഒക്കെ വരും. 2 മിനിറ്റെങ്കിലും നമ്മൾ സംസാരിച്ച് നമ്മുടെ കഴിവ് തെളിയിക്കണം. അപ്പോൾ ഇതിൻ്റെ അതിൽ 4 കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് മാർക്ക് കിട്ടാൻ വേണ്ടി. ഒന്നാമത്തേത് ടാസ്ക് അച്ചീവ്മെൻറ്റ്. തന്നിരിക്കുന്ന കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ വരണം. 25% മാർക്ക് നമുക്കവിടെ കിട്ടും. രണ്ടാമത്തേത് നമ്മുടെ ഗ്രാമാറ്റിക്കൽ ആക്യുറസി ആൻഡ് റേഞ്ച്. അപ്പോൾ പലതരത്തിലുള്ള ഗ്രാമാറ്റിക്കൽ സ്ട്രക്ചേഴ്സ് ഉപയോഗിക്കുക. ആക്റ്റീവ്, പാസീവ്, പെർഫെക്റ്റ്, സിമ്പിൾ ടെൻസ്, കണ്ടിന്യൂസ് ടെൻസ് ഒക്കെ വാരി വിതറി കാണിക്കുക നമുക്കത് ഉപയോഗിക്കാൻ പറ്റുമെന്ന്. അപ്പോൾ അത് മാത്രമല്ല, ഗ്രാമർ കറക്റ്റ് ആയിരിക്കണം. തേർഡ്, വൊക്കാബുലറി. പലതരത്തിലുള്ള വേർഡുകൾ ഉപയോഗിക്കുക. റെപ്പിറ്റേഷൻ ഉപയോഗിക്കുന്നതിന് പകരം നല്ല പുതിയ അടിപൊളിയായിട്ടുള്ള വേർഡുകളൊക്കെ ഉപയോഗിച്ച് കാണിക്കുക. ഇഡിയംസ് ഉപയോഗിച്ച് കാണിക്കുക. ഫ്രേസസ് ഉപയോഗിച്ച് കാണിക്കുക. പിന്നെ ഫൈനലി കൊഹീറൻസ് ആൻഡ് കൊഹീഷൻ. അതായത് നമ്മളുടെ പറയുന്ന സാധനം ലോജിക്കലി കണക്റ്റഡ് ആയിരിക്കണം. ലോജിക്കൽ എക്സ്പ്ലനേഷൻ ഓഫ് ദി ആൻസർ ഓഫ് ദി ക്വസ്റ്റ്യൻ. അപ്പോൾ മാത്രമല്ല, തമ്മിൽ ഉള്ള സെൻറ്റൻസുകൾ തമ്മിലുള്ള കണക്ഷൻ. അവിടെ നമുക്ക് കൺജങ്ക്റ്റീവ് അഡ്വേർബ്സ് ഉപയോഗിക്കാം. എക്സാമ്പിൾ ഹവെവർ, മോറോവർ, ഫസ്റ്റ്, സെക്കൻഡ്, ഫസ്റ്റ്ലി, സെക്കൻഡ്ലി. പിന്നെ കൺജങ്ഷൻസ് ഉപയോഗിക്കാം. ഈവൻ ദോ, വൈൽ, പല ഈ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ ഇങ്ങനെ ഈ 4 കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമുക്ക് തൂത്തുവാരി മാർക്ക് കിട്ടുന്നത്. അപ്പോൾ ഇന്ന് നമുക്കൊരു ടാസ്ക് 2 നോക്കാം. എൻ്റെ കയ്യിൽ ഇവിടെ നമ്മുടെ വെബ്സൈറ്റിൽ നിന്ന് ഈ ക്വസ്റ്റ്യൻസൊക്കെ ആക്സസ് ചെയ്യാൻ പറ്റും. ഇവിടെ എനിക്ക് കിട്ടിയിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നേരത്തെ പ്രിപ്പയർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ പേടിക്കേണ്ട, നമുക്ക് ജനറൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഇവിടെ എനിക്ക് കിട്ടിയിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ, ഫേമസ് പേഴ്സൺ. അതിൻ്റെ സബ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഡിസ്ക്രൈബ് എ ഫേമസ് പേഴ്സൺ യു അഡ്മയർ. സബ് ക്വസ്റ്റ്യൻസ് യു ഷുഡ് സേ ഹൂ ഈസ് ദിസ് പേഴ്സൺ ആൻഡ് വാട്ട് ദേ ആർ ഫേമസ് ഫോർ. ഒന്നാമത്തെ, ഹൗ ഡിഡ് യു കം ടു നോ അബൌട്ട് ദം. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് അവരെ പറ്റി മനസ്സിലാക്കിയെന്ന് പറയണം. മൂന്നാമത്തേത്, വാട്ട് ക്വാളിറ്റീസ് ഓർ അച്ചീവ്മെൻറ്റ്സ് യു ഡു അഡ്മയർ അബൌട്ട് ദം. ഫൈനലി, ഹാവ് ദ ഇൻഫ്ലുവൻസ്ഡ് യുവർ ലൈഫ്. അപ്പം നമുക്കിതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. അപ്പോൾ 1 മിനിറ്റ് തരും. 1 മിനിറ്റ് തരുമ്പോൾ നമ്മുടെ മൈൻഡിൽ വരുന്ന, നേരത്തെ ഒന്ന് പ്രിപ്പയർഡ് ആയിരിക്കണം. ഇതുപോലുള്ള, ഇത് യൂഷ്വലി ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയെ പറ്റി പഠിച്ചിരുന്നാൽ, കുറച്ച് കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ചിരുന്നാൽ ഈ കാര്യം എളുപ്പമാണ്. ഓക്കെ, സോ 1 മിനിറ്റ് നമുക്ക് പ്രിപ്പറേഷൻ തരും. എന്നിട്ട് നമ്മൾ പറയാൻ പോവുകയാണ്. അപ്പം ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ ഇച്ചിരി പ്രിപ്പയർ ചെയ്തു. ലെറ്റ്സ് സീ വാട്ട് വി ക്യാൻ ഡു. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ സംസാരത്തിൽ പല തരത്തിലുള്ള ടെൻസുകൾ, വൊക്കാബുലറി, ഇഡിയംസ് പറ്റുമെങ്കിൽ, പിന്നെ ഒരു പ്രോപ്പർ ലോജിക്കൽ എക്സ്പ്ലനേഷൻ, ടാസ്ക് മൊത്തം അച്ചീവ് ചെയ്ത് പറയാൻ വേണ്ടി ശ്രമിക്കാം. അപ്പോൾ അബൌട്ട് മഹാത്മാഗാന്ധി. അപ്പോൾ 1 മിനിറ്റ് പ്രിപ്പറേഷൻ ടൈം കഴിഞ്ഞു. നമുക്കൊന്ന് 2 മിനിറ്റ് മിനിമം സംസാരിക്കാൻ നോക്കാം. ലെറ്റ്സ് ട്രൈ. I've learned, known and heard about many distinguished individuals who have done valiant and admirable things in their lives. Among these, Mahatma Gandhi's life story particularly captivates me. Gandhi is celebrated for his pivotal role in Indian politics, especially in the monumental struggle to overthrow British colonizers from Indian soil. I first learned about Gandhi from history lessons and later through various books, documentaries and films that detailed his life and contributions. He is often cited among distinguished few individuals, global leaders who have made an indelible impact both on society and world through peaceful means. What I admire the most about Gandhi, among his extraordinary qualities and unparalleled achievements, is his unwavering dedication to non-violence, even in the face of brutal oppression.
his ability to mobilize millions without wielding a sword or pulling a trigger, advocating instead for peaceful protest and civil disobedience was both remarkable and inspiring. He embodied and practiced love, compassion, and tolerance, principles that have made an indelible impact worldwide. His teachings on self-reliance, humility, and simplicity continue to resonate deeply with people around the world. Gandhi's non-violent and humble lifestyle has had a profound impact on me, illuminating my path and urging me to eschew violence and pride. I'm confident that his legacy will continue to inspire and enlighten many more lives in the years to come. If only people, societies, and even countries endeavor to embody just a fraction of the values and principles Gandhi exhibited, the world would be a better place. എങ്ങനെയുണ്ടായിരുന്നു? അപ്പോൾ ഐ ഹോപ്പ് ഞാൻ അറ്റ്ലീസ്റ്റ് 2 മിനിറ്റെങ്കിലും സംസാരിച്ചു എന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് നിങ്ങൾക്ക് ഗുണകരമായോ എന്ന് നോക്കുക. ഞാൻ പലതരത്തിലുള്ള ടെൻസുകളും ഒക്കെ ഇതിൻ്റെ അതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ലിസൺ ടു ഇറ്റ് അഗെയിൻ. മാത്രമല്ല നമുക്കുള്ള ടാസ്കുകൾ മൊത്തം ഹൂ ദിസ് പേഴ്സൺ ഗാന്ധി എന്ന് പറഞ്ഞു, ഫേമസ് ഫോർ ഹിസ് പിവിറ്റൽ റോൾ ഇൻ ഇന്ത്യൻ പൊളിറ്റിക്സ് അത് പറഞ്ഞു. രണ്ടാമത്തേത് ഹൗ ഡിഡ് യു കം ടു നോ അബൌട്ട് ദം അത് പറഞ്ഞു, ത്രൂ ഹിസ്റ്ററി ലെസൺസ് ഇൻ സ്കൂൾ, ലേറ്റർ ഓൺ ത്രൂ റീഡിങ് ബുക്സ്, ഡോക്യുമെൻ്ററീസ് ആൻഡ് ഫിലിംസ്. പിന്നെ മൂന്നാമത്തെ ക്വാളിറ്റീസ് ആൻഡ് അച്ചീവ്മെൻറ്റ്സ് യു അഡ്മയർ. അപ്പം ഞാൻ പലത് അച്ചീവ്മെൻറ്റ്സ് അഡ്മയർ ചെയ്യുന്നു, പക്ഷെങ്കിൽ ഏറ്റവും കൂടുതൽ അഡ്മയർ ചെയ്യുന്നത് ഹിസ് അൺവേവറിങ് ഡെഡിക്കേഷൻ ടു നോൺ വയലൻസ്. അതാണ് നമ്മളെടുത്ത് പറഞ്ഞത്. ഹാവ് ദ ഇൻഫ്ലുവൻസ് യുവർ ലൈഫ്? യെസ്, അവസാനത്തെ സെക്ഷൻ്റെ അകത്ത് നമ്മളത് പറഞ്ഞു. ഹി ഹാസ് ഹാഡ് പ്രൊഫൗണ്ട് ഇമ്പാക്റ്റ് ഓൺ മൈ ലൈഫ്. അത് നമ്മൾ പറഞ്ഞു. അപ്പോൾ ടാസ്ക് അച്ചീവ്മെൻറ്റ് നമുക്കുണ്ട്. പലതരത്തിലുള്ള ടെൻസുകൾ ഉപയോഗിച്ചു. ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്സ് നമ്മൾ അങ്ങനെ വരുത്തിയിട്ടില്ല. പലതരത്തിലുള്ള റേഞ്ച് ഓഫ് സ്ട്രക്ചേഴ്സ് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. വൊക്കാബുലറി, ഇഷ്യൂ എന്ന് പറയുമ്പം റിഫ്രെയിൻ ഫ്രം, എൻഡെവർ, ഇല്ലൂമിനേറ്റ്, എൻലൈറ്റൻ, കുറേ നല്ല വേർഡുകൾ നമ്മളവിടെ ഉപയോഗിച്ചു. പിവറ്റൽ, പിന്നെന്തൊക്കെയാണ് നമ്മൾ ഉപയോഗിച്ചത്? മോണമെൻ്റൽ, അങ്ങനെ കുറേ വാക്കുകൾ വൊക്കാബുലറിയൊക്കെ പഠിച്ചു വെക്കുക. അപ്പോൾ അത് നമ്മളെ ഒത്തിരി ഹെൽപ്പ് ചെയ്യും. ഇത് കഴിഞ്ഞിട്ട് 2-3 ക്വസ്റ്റ്യൻസ് എക്സാമിനർ നമ്മളോട് ചോദിക്കും. 3-4-5 ക്വസ്റ്റ്യൻസ് ചോദിക്കും ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള യൂഷ്വലി. അപ്പോൾ അതിനും ഒരു 4-5 വേർഡ്സിൽ ആൻസർ പറയുക. ഇത് നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് പ്രതീക്ഷിക്കുന്നു, ഹെൽപ്ഫുൾ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മുടെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുക, www.goltc.in. അവിടെ ഒത്തിരി ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ്, മോഡൽ ആൻസേഴ്സൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാം. റെഗുലർലി അപ്ലോഡ്സ് അവിടെ വരുന്നുണ്ടായിരിക്കും. നമ്മുടെ യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം പേജസൊക്കെ റെഗുലർലി വിസിറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഹെൽപ്ഫുള്ളായിട്ടുള്ള ടിപ്സും വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടും. മാത്രമല്ല നിങ്ങൾക്ക് കൂടുതൽ ഇൻഫർമേഷൻ, ഹെൽപ്പ് വേണം, ട്രെയിനിങ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ട്രെയിനിങ് സെൻറ്റർ ഉണ്ട് കേരളത്തിൽ. പ്രസൻ്റ്ലി ഇൻ അടൂർ വി ഹാവ് വൺ സെൻറ്റർ. അപ്പം ജോയിൻ ചെയ്യുക. ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടുള്ള ക്ലാസ്സസ് അവൈലബിൾ ആണ്. വൊക്കാബുലറി നിങ്ങൾക്ക് അടിപൊളിയാക്കണോ, ഗ്രാമർ അടിപൊളിയാക്കണോ, ഇതിനൊക്കെ നമുക്ക് ഫ്ലുവൻസി ക്ലാസ്സസ് ഉണ്ട്, IELTS ക്ലാസ് ഉണ്ട്, ഡ്യുവലിംഗോ ക്ലാസ്, PTE ക്ലാസ്, OET ക്ലാസ്, അങ്ങനെ പല കോഴ്സസ് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ കാണാപ്പാഠം പഠിപ്പിക്കുകയല്ല, നിങ്ങളെ ഇംഗ്ലീഷ് പറയാൻ വേണ്ടി ശരിക്കും സ്ട്രക്ചർ ആദ്യം പഠിപ്പിച്ചിട്ട് ഇങ്ങനെ വളർത്തിക്കൊണ്ട് വരും. 1 മാസത്തെ ട്രെയിനിങ് ഒക്കെ കഴിയുമ്പോഴത്തേക്കും നല്ല അടിപൊളിയായിട്ട് ഇംഗ്ലീഷ് ഹാൻഡിൽ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റണം. ഓക്കെ. മാത്രമല്ല കോഴ്സ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് 1 ഇയർ സപ്പോർട്ട് ക്ലാസ്സസ് ഉണ്ട് എല്ലാ ദിവസവും. അപ്പം നിങ്ങൾ കൊടുക്കുന്ന പൈസയ്ക്ക് ട്രൂലി വാല്യൂ അവിടെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ സംശയങ്ങളുണ്ട്, എൻക്വയറീസൊക്കെ ഉണ്ടെങ്കിൽ കോൺടാക്റ്റസ്. നമ്മുടെ ഫോൺ നമ്പരും ഒക്കെ വെബ്സൈറ്റിലും ഗൂഗിളിലും ഒക്കെ കണ്ടുപിടിക്കാൻ പറ്റും. 9886926773. വാട്സാപ്പിൽ നമ്മളെ കണ്ടുപിടിക്കാൻ പറ്റും. mail@goltc.in നമുക്ക് മെയിൽ അയക്കാം. എനിവേ, get in touch with us. Thanks for watching today. കൂടുതൽ അറിയാൻ വേണ്ടി നമ്മുടെ ഓഫ്ലൈൻ ഓൺലൈൻ ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ. ബൈ.